ഇന്ന് ഞാനാണ് ചിക്കൻ ലിവറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നല്ല വരട്ടി എടുക്കാമെന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കാപ്പിക്ക് അപ്പമാണ്, നല്ല വെള്ളയപ്പം. അപ്പോൾ വെള്ളയപ്പത്തിന് കുറച്ച് സ്പൈസി ലിവർ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സവോള വഴറ്റുകയാണ് കേട്ടോ. എണ്ണ വെച്ച് കടുകിട്ട് സവോള ഇട്ട് സവോള വഴറ്റാനായിട്ട് നല്ല ഉപ്പിടും കേട്ടോ. ഇതെന്താ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴയായതുകൊണ്ടേ നമ്മുടെ ഷീറ്റല്ലയോ, അപ്പോൾ ഭയങ്കര സൗണ്ട്. നമ്മൾ മൈക്ക് വെച്ചിട്ട് പറഞ്ഞാലും മഴയുടെ സൗണ്ടായിരിക്കും ഒരുപാട് കേൾക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈച്ചാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് എന്താ വോയിസ് ഓവർ കൊടുക്കാം, വീഡിയോ എടുക്കാം എന്തായാലും എന്ന് പറഞ്ഞു. അങ്ങനത്തെ ആ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ സവോള നല്ല രീതിയിൽ വഴണ്ട് വരണമല്ലോ. എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് ഞാൻ ഇളക്കി വയ്ക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും സവോള വഴണ്ട് വരും. അപ്പോൾ ആ സമയം കൊണ്ട് ദാണ്ടെ ഞാൻ കഴുകി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 6-7 തവണ കഴുകിയ ലിവർ, പിന്നെ അതിനാവശ്യം മഞ്ഞൾപ്പൊടി, പിന്നെ അതിനാവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതാണ്. പക്ഷേ അതിൻ്റെ ബോട്ടിൽ നല്ല ടൈറ്റായിരുന്നു. അമ്മ അടച്ചു വെച്ചപ്പോൾ ഇച്ചിരി ടൈറ്റ് കൂടിപ്പോയി. അമ്മയാട്ടോ ചതച്ചെടുത്ത് വെച്ചത്. അപ്പോൾ അത് ഇച്ചാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. അവസാനം എന്താണ്ട് ഇച്ചാൻ തന്നെ മേടിച്ച് വെച്ചിട്ട് തുറന്ന് തന്നു കേട്ടോ. ഭയങ്കര ടൈറ്റായി പോയായിരുന്നു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതും വേണം. പിന്നെ ഞാൻ കാണിക്കുന്നതാണ്ടേ ഇഞ്ചികളും ചതച്ച് വെച്ചതാണ്. പിന്നെ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്ട് ചിക്കൻ മസാല കവറിനകത്തായിട്ട് ഇരിക്കുന്ന ഇനി ഇട്ട് വെക്കണം ബോട്ടിൽ. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് ഗരം മസാലയും നമുക്കിതിനാവശ്യമുള്ള. ഞാൻ അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ കേട്ടോ. പിന്നെ മുളക് പൊടിയായിരുന്നു വേണ്ടത്. അത് കുരുമുളക് പൊടിയാണ് കേട്ടോ, നീല ബോട്ടിലെ കുരുമുളക് പൊടിയാണ്. പിന്നെ മുളക് പൊടി കുറച്ച് അപ്പുറത്ത് മാറിയിരിപ്പുണ്ട്, അത് നമുക്ക് എടുക്കണം. അപ്പോൾ സവോള കുറച്ച് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടുവാണ് കേട്ടോ. അത് കുറച്ചിട്ട്, കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുന്ന എല്ലാ കറിക്കും നല്ലതാണല്ലോ. അപ്പോൾ അത് കുറച്ചിട്ടിട്ട് ഞാൻ അത് അതുപോലെ തന്നെ അടച്ച് പിറക്കി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് നല്ല തണുപ്പ് കൊണ്ട് വെള്ളത്തിനൊക്കെ നല്ല ഐസ് പോലത്തെ തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇളക്കി വഴണ്ട് വരുന്നവിടം വരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുവാണേ. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ചിക്കൻ്റെ ലിവർ ഇഷ്ടമാണോയെന്നും ഏത് രീതിയിൽ കറി വെക്കുന്ന ഇഷ്ടം എന്നൊക്കെ പറയണം കേട്ടോ. ഞങ്ങൾക്ക് ഏകദേശം ഒരു പെരട്ട് രീതിയിൽ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് നേരത്തൊന്നും ഇത് അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മിക്കപ്പോഴും ഇത് കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ അത് വഴണ്ടാൻ വേണ്ടിയിട്ട് പിന്നെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി നേരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കസാരയിലിരുന്നു കേട്ടോ. അപ്പോഴാണ് ദാണ്ടേ നമ്മുടെ ഗരം മസാല പൊടികളൊക്കെ ഇടേണ്ട സമയം. അയ്യോ, അപ്പോൾ ഇതാ ഗരം മസാല എടുത്ത് കൂടിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് തിരിച്ചിട്ടെടുക്കാമെന്ന്. അപ്പം നമ്മൾ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാ എടുത്തിട്ട് അതുപോലെ തന്നെ തിരിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി കുപ്പികളുടെ അടപ്പെല്ലാം ഞാൻ തുറന്ന് വെച്ചേക്കുമായിരുന്നു. പിന്നീട് പൊടികളിടുന്ന വീഡിയോ ഒന്നും എടുക്കുക ഇച്ചാനെ കിട്ടിയില്ലെന്ന് ഇച്ചാൻ അപ്പുറത്തോട്ട് എന്തോ അവസ്ഥനായിട്ട് പോയി. പിന്നെ ഞാൻ തന്നെ പൊടികളെല്ലാം ഇട്ട് വഴറ്റിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അപ്പോഴടുത്ത് മല്ലിപ്പൊടി ഇടാൻ മറന്നു പോയിരുന്നു. സാരമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കുന്നതിൽ. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഇത്. വെള്ളമൊക്കെ ഇറങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക്. നല്ല കുറുകിയ ലിവർ കറിയായിരുന്നു കേട്ടോ. എന്താ ആ ഗ്രേവിയൊക്കെ കണ്ടോ? ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കുരുമുളകിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ലിവർ എന്ന് പറയുമ്പോൾ തന്നെ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഇതാ ഇച്ചായൻ്റെ അത് ലാസ്റ്റ് വന്നു കേട്ടോ. വന്നപ്പോഴത്തേനും കറിയെല്ലാം സെറ്റായി. ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കറിയൊക്കെ വിളമ്പി കൊടുത്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു ഇന്ന് അമ്മ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഈ അപ്പം എന്ന് പറയുന്നത് എനിക്ക് കൂടുതലുണ്ട്. ഈ സംഗതി ഇച്ചാനും അപ്പം എനിക്കും തോന്നല്ലേ. സാരമില്ല, പോട്ടെ. അന്നേരം കറിയൊക്കെ വിളമ്പി സെറ്റാക്കുന്നുണ്ട്. ഇച്ചാന് അറിയാമല്ലോ, ഇച്ചാന് ഒരുപാട് കറിയും ഗ്രേവിയും ചാറൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഏറെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, കുറച്ച് മതിയല്ലേ. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞാൻ പറയണത് കഴിക്കാവുന്ന രീതിയിൽ സെറ്റാക്കിയത് വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പം ഇച്ചാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് ഇച്ചാൻ്റെ ടേസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഇച്ച എങ്ങനെയുണ്ട് ഇച്ച? ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളായിരുന്നു. ഇനി അപ്പത്തിൻ്റെ കൂടെ കഴിച്ച് നോക്കാവേ. ചൂടുണ്ടേ. കൊള്ളാവോ? കുഴപ്പമില്ല, കൊള്ളാം. ടേസ്റ്റ് ഉണ്ടോ? ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.